ഞാന് വത്സലൻ, എൻ്റെ പേര് വത്സലൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളിക്ക് അടുത്ത് തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ എക്സാക്ട് സ്ഥലം ശരിക്ക് ആംഗൽസ് നഗർ എന്ന് പറയും. നമ്മളിങ്ങനെ യോർക്കിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായി. അതായത് ശരിക്കും ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു വരുമാനമൊന്നുമല്ല, ജസ്റ്റ് ഒരു ടൈം പാസും ഒരു നേരം പോക്ക്, അതേമാതിരി തന്നെ അതിനോട് ഉപരി നമുക്കൊരു സമയം പോകല് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 10-100 വെറൈറ്റികളിൽ കൂടുതൽ ഓർക്കിഡുകൾ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഡാൻഡ്രൂബിയാണ്. ഡാൻഡ്രൂബിയും ഉണ്ട്, ഫെലനോപ്സിസും ഉണ്ട്. സെയിലും ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം സെയിലുണ്ട്. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കാറുണ്ട്. ചോദിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. കൂടുതൽ നമ്മളിങ്ങനെ എൻ്റെ കൂടുതലുള്ള മെച്ചൂർഡ് പ്ലാന്റുകളാണ്, നിയർ ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ് അധികം ഉള്ളത്. പിന്നെ സീഡ്ലിങ്സും ഉണ്ട്. ചെടികളോട് വലിയ ഇഷ്ടമാണ്. ചെടികളോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത് തന്നെ. അല്ലാതെ നമ്മൾ ഇതൊരു ബിസിനസ് ആയിട്ട് വന്നതൊന്നുമല്ല. ചെടികളോടുള്ള താല്പര്യം എപ്പോഴും നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മേടിച്ചിട്ടൊന്ന് വെക്കും. അത് പിന്നെ നെക്സ്റ്റ് ടൈമിൽ വരുമ്പോഴേക്കും അതൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെയും മേടിക്കും, പിന്നെയും വെക്കും. അങ്ങനെ അങ്ങനെ ആയതാണ് ഇത്രയും രൂപത്തിൽ. ചേട്ടാ ഇപ്പൊ 15 വർഷം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട്? അതെ അതെ. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? ഞാന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഫായിരുന്നു. ഞാനൊരു എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു. ഞാനിങ്ങനെ യൂറോപ്പിലായിരുന്നു അധികം ടൈം ചെയ്തതൊക്കെ. ബോംബെ കാറ്ററിംഗ് കോളേജിൽ നിന്ന് പാസ്സായി പോയതാണ്. പിന്നെ ഞാൻ എൻ്റെ തുടക്കം നെതർലാൻഡ്സിലായിരുന്നു. നെതർലാൻഡ്സ്, ബെൽജിയം, ജർമ്മനി, ഇംഗ്ലണ്ട്, നോർവേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇറ്റലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അധികം വർക്ക് ചെയ്തിരുന്നു. പിന്നെ മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളൊന്നും സർക്കാരിനല്ല. അല്ല, ഞാനിപ്പോ ആ ഫീൽഡായിട്ട് വിട്ടു. ഇപ്പൊ നമ്മളിങ്ങനെ ഒന്നാമത്തെ വീട്ടിലാരും ഇല്ല. വീട്ടില് വൈഫ് ടീച്ചറാണ്, പിള്ളേരൊക്കെ പുറത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ കൂടിയപ്പോ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഈ ചെടികളിലേക്ക് വന്നതാണ്. ഇതൊക്കെ ഏകദേശം മെച്ചോർഡ് പ്ലാന്റുകളാണ്, നിയർ ബ്ലൂമിംഗ് ആണ്, പൂവായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഡാൻഡ്രൂബിയാണ് ഇതിനകത്ത് മെയിനായിട്ട്. പക്ഷെ ഡാൻഡ്രൂബിയത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. നല്ല നല്ല പുതിയ വെറൈറ്റീസ്, ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോ എത്ര വർഷം പ്രായമുള്ളതായിരിക്കും? ഈ പ്ലാന്റുകളൊക്കെ ഏകദേശം ഒരു 2 വർഷം 2.5 വർഷമൊക്കെ പ്രായമായിട്ടുള്ള ചെറിയ തൈകൾ. അതായത് ഇപ്പൊ ഈ മെച്ചൂർഡ് പ്ലാന്റുകൾ അധികം വരണില്ല. ഫ്ലവർ പ്ലാന്റുകൾ ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ സീഡ്ലിങ്സ് മേടിച്ചിട്ട് നമ്മുടെ ക്ലൈമറ്റില് നമ്മൾ ഇവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. ഏകദേശം കണ്ട നിയർ ബ്ലൂമിംഗ് സൈസ് വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ. ചേട്ടൻ തന്നെ ഇവിടെ? അതെ. നമ്മൾ ഇവിടെ ചെറിയ തൈകൾ മേടിച്ചോണ്ട് വന്നിട്ട്, ഞാന് ഇമ്പോർട്ട് ചെയ്യണില്ല, നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ പോട്ട് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഏകദേശം വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. ശരിക്കും അങ്ങനെ ആക്കി എടുക്കാനായിട്ട് എത്ര വർഷം എടുക്കും? എങ്ങനെ? പ്ലാന്റിനെ സീഡ്ലിങ്സ് വളർത്തിയെടുക്കാൻ ഏകദേശം ഒരു 1 ഇയർ. ഈ പ്ലാന്റ് ഇതേ രൂപത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 2 വർഷമൊക്കെ പിടിക്കും. 2 വർഷം 1.5 വർഷം കഴിയാണ്ട് എന്തായാലും. ശരിക്കും ഫസ്റ്റ് ഫ്ലവറിംഗ് ഒക്കെ ഒരു 4 മാസം 5 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ടൊക്കെ ആവും. പക്ഷെ ഇതേമാതിരി വലുപ്പത്തിൽ ബുഷിയായിട്ട് വളർന്ന് വലുതാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇയർ 2 ഇയർ ഒക്കെ പിടിക്കും. ചേട്ടാ നമ്മളിവിടെ പ്ലാന്റ്സുകൾ നോക്കുമ്പോഴേ ചിലത് കരിയില് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്, ചിലത് ചകിരിയില് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുമ്പോൾ കരി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അപ്പൊ കരിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കണ സമയത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പൊക്കോളും. പിന്നെ ഒച്ചിന്റെ ശല്യം വളരെയധികം കുറയും. പിന്നെ വേര് പിടിക്കാനൊക്കെ കരി നല്ലതാണ്. കരി ട്രീറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കരി നമ്മൾ പിന്നെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കരി വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വരും. ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോ എന്താണ്? ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് കെമിക്കൽസ് വരുന്നുണ്ട് വാഷ് ചെയ്യാനുള്ള. ആ കെമിക്കൽ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി. അപ്പൊ അതിനകത്തുള്ള വല്ല ഇൻഫെക്ഷൻസോ ബാക്ടീരിയകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. പിന്നെ കണ്ടാമിനേഷൻസ് ഒന്നും ആവില്ല. പിന്നെ ചകിരിയിൽ ചെയ്യുമ്പോൾ വേര് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കുറച്ചും കൂടി നന്നായിട്ട് പിന്നെ ചകിരിയാണെങ്കിൽ ശരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതിന്റെ പിന്നെ കറയൊക്കെ കളഞ്ഞ്
പിന്നെ വെട്ടി കുറച്ചും കൂടി കരിയിൽ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി പണി ജാസ്തിയാണ് ചകിരിയിൽ ചെയ്യുമ്പോൾ. പക്ഷെ നനയ്ക്കുന്ന സമയത്ത് കറ കളയാന്ന് പറഞ്ഞാല് അതില് കറയെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഈ ചകിരിയില് അസിഡിറ്റി ഉണ്ടാവും. അസിഡിറ്റി നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 10-30 ദിവസമൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് വാഷ് ചെയ്തെങ്കിൽ മാത്രമാണ് അതിന്റെ അസിഡിറ്റി പോകുള്ളൂ. അസിഡിറ്റി പോയെങ്കിൽ മാത്രമാണ് വേര് പിടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ സാധാരണ മണ്ണിൽ ചെയ്യില്ല. ഓർക്കിഡുകൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് സ്പീഷ്യസ് ആണ്. ഇതൊക്കെ വനത്തിലുണ്ടായിരുന്ന സാധനങ്ങളാ. ഇതിനൊക്കെ പിന്നെ ഈ ശരിക്കും ഇതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് നെതർലാൻഡ്സ് ആണ്. പക്ഷെ അവിടെ ലേബർ എക്സ്പെൻസീവ് ആയ കാരണം ആൾക്കാർ മുഴുവനും അത് അവരുടെ വലിയ വലിയ കമ്പനികൾ മുഴുവനും തായ്ലൻഡിൽ കുറച്ചും കൂടി ക്ലൗഡിയാണ്, ഹ്യൂമിഡിറ്റി ജാസ്തിയുള്ള സ്ഥലങ്ങളാണ്, വെള്ളം ജാസ്തി ഉണ്ട്, ലേബർ ചീപ്പ് ലേബറാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പുതിയ പുതിയ വലിയ വലിയ കമ്പനികൾ, അധികം കമ്പനികളും അവരുടെ തന്നെ ഹോളണ്ടുകാരുടെയാണ്. പിന്നെ അവിടെ ഇവിടെ തായ്ലൻഡിൽ ഇപ്പൊ എല്ലാ വീടുകളിലും ഒരു ലാബ്, ഒരു പിന്നെ കമ്പനി, അങ്ങനെയാണ്. അവരിപ്പോ ലോകത്തിന് മുഴുവനും പ്ലാന്റുകൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ വളർന്ന് വലുതായിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളല്ലേ. ഇതിനെക്കാട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിന്റെ ഒരു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഷെഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഡാൻഡ്രൂബിയത്തിന് അത്യാവശ്യം നല്ലോണം വെയിലുള്ള സ്ഥലമായിരിക്കണം, നല്ല വെയിലായിരിക്കണം. അതേമാതിരി തന്നെ ശരിക്കും പിന്നെ ഇതൊക്കെ കാട്ടിൽ വളരുന്ന ചെടികളാണ്. അപ്പൊ വെയിലും മഴയും കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഡാൻഡ്രൂബിയത്തിന് നല്ലത്. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ പോളി ഹൗസിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മഴക്കാലമായാലും നമ്മൾക്ക് കണ്ടമാനം ഇവിടെ ഹെവി റെയിനുള്ള സ്ഥലമല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ മഴ കൊണ്ടിട്ട് ഇതിന്റെ കൂമ്പ് അടയാനും ചീക്ക് വരാനൊന്നും സാധ്യത കുറവാണ് യുവിൽ മറ്റേ പോളി ഹൗസിൽ ചെയ്താല്. ചെറിയ പ്ലാന്റുകൾ, അതായത് 4-5 എണ്ണൊക്കെ വളർത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ വീട്ടില് നല്ല വെയിൽ കിട്ടുന്ന എവിടെ വെച്ചാലെങ്കിലും ഒരു 10 പ്ലാന്റ്, 15 പ്ലാന്റ്, 20 പ്ലാന്റ് ഒക്കെ വളർത്തുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ബൾക്കായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പോളി ഹൗസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഡാൻഡ്രോബിയാണ്. ഡാൻഡ്രോബിയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയില് അത്യാവശ്യം ഇതൊരു പോളി ഹൗസിനകത്താണ് ഈ ഡാൻഡ്രോബിയ ഉള്ളത്. ഇതിനകത്തൊരു 50-60ഓളം വെറൈറ്റീസ് ഉണ്ട്. പുതിയ പുതിയ കളറുകളാണ്. അതായത് ഓരോരോ പ്രാവശ്യം വരുന്ന കളറുകളും പിന്നത്തെ പ്രാവശ്യം വന്നോളുന്നില്ല. അങ്ങനെ ഡിഫറെന്റ് കളറുകളാണ് ഇപ്പൊ നമ്മളേക്കാളുള്ളത്. ഈ പ്ലാന്റുകൾ, പുതിയ പുതിയ പ്ലാന്റുകൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിലയും വരുന്നുണ്ട്. നല്ല പിന്നെ വളർത്തിയെടുക്കാനൊക്കെ ചില സ്പീഷ്യസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാനും വലിയ പാടാണ്. ഇവിടേക്കാൾ അങ്ങനെയുള്ള കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ, നന്നായിട്ട് വളർന്ന് നല്ല രൂപത്തിൽ വരുന്നത്. ഇതൊക്കെ ഫെലനോപ്സിസിന്റെ സീഡ്ലിങ്സ് ആണ്. ഇതൊക്കെ ഫെലനോപ്സിസ് തൈവാനിൽ നിന്ന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതിന്റെ ഇപ്പൊ ചെറിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും എല്ലാം ഫ്ലവറിങ് വരും. ഇതിന്റെ മെച്ചോർഡ് പ്ലാന്റുകൾ നമ്മളേക്കിൽ വേറെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഡാൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സുകളാണ്. ഇതിപ്പോ ഏകദേശം വന്നിട്ട് 3 മാസം 4 മാസത്തോളം ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് മുഴുവനും. ഇതൊക്കെ ചിലതൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ആവുന്നതൊക്കെ അപ്പൊ ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോണ കാരണം കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റുകൾ ഇപ്പൊ നമ്മളേക്കൽ സ്റ്റോക്ക് ഇല്ല. ഇതൊക്കെ നമ്മുടെ വാൻഡ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകൾ. അതിനകത്ത് ഒരുപാട് നല്ല നല്ല കളറുകളുണ്ട്. വാൻഡയാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അത് മുഴുവൻ കാറ്റ്ലിയാണ്. കാറ്റ്ലിയയിലും കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എൻസൈക്ലിയയിൽ പെട്ട പ്ലാന്റുകളാണ്. എൻസൈക്ലിയ, ഫ്രാൻസിസ് ഫോക്സ് എന്നും പറഞ്ഞ സാധനമാണ്. ഇത് കാറ്റ്ലിയയിൽ പെട്ട സാധനങ്ങൾ തന്നെയാണ്. കാറ്റ്ലിയയുടെ വലിയ വലിയ പ്ലാന്റുകളും ഉണ്ട്, സീഡ്ലിങ്സും ഉണ്ട്. ഇതൊക്കെ നമ്മള് കാറ്റ്ലിയയുടെ സീഡ്ലിങ്സ് ആണ്. സീഡ്ലിങ്സ് വന്നിട്ട് ഇതിപ്പോ വലുതായിട്ട് മെച്ചോർഡ് പ്ലാന്റ് ഫ്ലവർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ പിടിക്കും. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ചിലതൊക്കെ ഇപ്പോഴും ഫ്ലവറായി വരുന്നുണ്ട്. ഫ്ലവറായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഡാൻഡ്രോബിയൻ തന്നെയാണ്. ഡാൻഡ്രോബിയൻ നമ്മൾ വലിയ പോട്ടിനകത്ത് പിന്നെ വലിയ പോട്ടിനകത്ത് പ്ലാന്റ് ചെയ്തിട്ടുള്ള ഇതുകളാണ്. അപ്പൊ ഇവറ്റൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ നന്നായിട്ട് വലുപ്പം കിട്ടും, നന്നായിട്ട് വളരും. അതേമാതിരി ഇതിന്റെ ഇലകളിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒക്കെ മെച്ചോർഡ് പ്ലാന്റുകളാണ്, വലിയ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകളാണെങ്കിൽ
ഇത് നമ്മള് ഒരു PVC പൈപ്പുമ്മില് ഷെയ്ഡ് നെറ്റ് ചുറ്റിയിട്ട് അതുമൂലം ഈ ചെറിയ പിന്നെ അധികം ഉയരം വെക്കാത്ത കോമ്പാക്ടം സൈസ് ഓർക്കിഡുകളാണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാത്തിലും പൂവായി കഴിയുമ്പോൾ നല്ല പൂക്കാവടിയും മാറിയിരിക്കും, നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിക്കോളും. ഇത് നമ്മളൊരു മരത്തിന്റെ കുറ്റിയില് അടിയില് പിന്നെ ഒരു ചട്ടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതുപോലെ ഇതും മിനിയേച്ചർ തന്നെയാണ്. ഇതും വെറുതെ ചകിരിയൊന്നും ഇല്ല ഇതിനകത്ത്, വെറുതെ പിന്നെ ചെടി അങ്ങനെ തന്നെ മരത്തുമ്പ വെച്ച് കെട്ടിയിരിക്കുക. ഇതും നല്ല ചിലതൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയാണ് ഇതേമാതിരി വന്നാല്. ഇത് എല്ലാതും ഡെൻഡ്രോബിയം തന്നെയാണ്. ഇതൊക്കെ നിയർ ബ്ലൂമിങ് സൈസ് പ്ലാന്റുകളാണ്, വലിയ വലിയ പ്ലാന്റുകളാണ്, നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇത് നമ്മള് ഇവിടെ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം പറയണം, ഒരു അത്യാവശ്യം നല്ലോണം വെയില് നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇവിടെ അത് കൂടുതലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എല്ലാത്തിനും ഇങ്ങനെ ഫ്ലവറായി വന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്ലാന്റുകളുണ്ട്, നല്ല നല്ല പ്ലാന്റുകളാണ്. പിന്നെ ഇതിന് നമ്മൾ സാധാരണ രാവിലെ ഒരു നന കൊടുക്കും. രാവിലെ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് സാധാരണ നനയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്നും നനയ്ക്കാറില്ല. ദിവസത്തിൽ ഒരു നന, ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു NPK വളം ഏതെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കും. അത്രയ്ക്കുള്ളൂ. ഇതിന്റെ വലിയ പരിപാലനങ്ങളൊന്നും ആവശ്യമില്ല. അതൊക്കെ പിന്നെ നമ്മൾ സാധാരണ ചകിരിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ചകിരിയാണ് ഇതിലൊക്കെ വെച്ചിരിക്കുന്നത്. ചകിരിയിലാവുമ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്ന് നല്ലോണം വേരൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ പ്ലാന്റ് ആയിട്ട് വരുന്നത് സീഡ്ലിങ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മള് 6 പോട്ടിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇത് കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് മേടിച്ചിട്ട് പോയാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇതിൽ തന്നെ ഇരുന്നിട്ട് ഫ്ലവർ ആയിക്കോളും. പിന്നെ ഭയങ്കരമായിട്ട് വലുതാവുന്ന സമയത്ത് മാത്രം വീണ്ടും ഈ ചട്ടി മാറ്റി കൊടുത്താൽ മതി. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ഇത് മുഴുവനും പുതിയ പുതിയ വെറൈറ്റീസ് ആണ്. പുതിയ പുതിയ വെറൈറ്റീസുകൾ ഇപ്പൊ വന്നിട്ട് നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ഇതേമാതിരി 6 പോട്ടിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ ഒരു 450 രൂപയോളം ഇതിന് വില വരുന്നുണ്ട്. പുതിയ വലിയ വലിയ പ്ലാന്റുകളാണ്. ഒരു ടൈപ്പ് കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട്. നമ്മളിക്കൽ ഇഷ്ടംപോലെ പ്ലാന്റുകളുണ്ട്, നല്ല മെച്ചൂർഡായിട്ടുള്ള വലിയ വലിയ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഒരു 400 രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ്. വലിയ വലിയ പ്ലാന്റുകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്. ഒക്കെ വലിയ പോട്ടിനകത്ത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് കയറി വരും. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ പോട്ടിനകത്ത് വെക്കുന്നതാണ്. വലിയ പോട്ടിലേക്ക് ആക്കിയാൽ പ്ലാന്റ് പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ പൊട്ടി നന്നായിട്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരും. വലിയ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് ആ പോട്ടിന്റെ റേറ്റും കൂടി വരും. അതുകൊണ്ടാണ് നമ്മൾ അതിന് ചെയ്യാണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സീഡ്ലിങ്സ് വന്നിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇത് ഏകദേശം മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്, നിയർ ബ്ലൂമിങ് സ്റ്റേജ് ആണ്. ഇത് പിന്നെ നല്ല ഹെൽത്തി ഇഷ്ടംപോലെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. എല്ലാത്തിനും ടാഗുള്ള പ്ലാന്റുകളാണ്. ടാഗ് കെട്ടിയിട്ട് വരാത്തത് ഉണ്ട്. ടാഗ് കെട്ടിയ വരാത്തതിന് നമ്മൾ ഇവിടെ ടാഗ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവരും നമ്മളിവിടെ ടാഗ് ചെയ്യും. അല്ല ടാഗ് കെട്ടിയിട്ട് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റുകളും ഉണ്ട് ഇതിനകത്ത്. ഈ പ്ലാന്റുകളൊക്കെ ഏകദേശം 250 രൂപ വില വരുന്ന പ്ലാന്റുകളാണ്. 250. ഇതൊക്കെ നിയർ ബ്ലൂമിംഗ് ആണ്. ചിലതൊക്കെ ഇപ്പൊ തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. 250 ആണ് ഇതിന്റെ റേറ്റ്. അല്ല സാധാരണ സീഡ്ലിങ്സ് നമ്മളിങ്ങനെ 150 രൂപയ്ക്ക് നമ്മൾ പോട്ട് ചെയ്തത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മെച്ചൂർഡ് ആയിട്ടുള്ള നിയർ ബ്ലൂമിംഗ് സൈസ് പ്ലാന്റുകളാണ് 250 രൂപ. സാധാരണഗതിയില് ആൾക്കാര് പ്ലാന്റ് മേടിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലൊക്കെ ഇടും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിചരണം ഒന്നും കിട്ടാറില്ലാത്തത് കൊണ്ട് ചെടികളുടെ പൂക്കൾ ഉണ്ടാവില്ല. അതേമാതിരി തന്നെ ചെടി നശിച്ചു പോകും. അങ്ങനെ കറക്റ്റായിട്ട് ആരും പറഞ്ഞു കൊടുക്കാറില്ല. എൻ്റെ അടുത്ത് ചെടി മേടിച്ചിട്ട് പോയിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ചെടി കൊണ്ടുപോയാല് അതിന് പിന്നെ ദിവസത്തിലൊരു നന, അതേമാതിരി തന്നെ അതിഭയങ്കരമായ വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെറിയൊരു സ്പ്രിംഗ്ലിങ്, ഒരു ചെറുതായിട്ടൊരു വെള്ളം കൊടുക്കുക. അപ്പൊ 2 നേരത്തെ ഒരു നനയായി. എല്ലാം ശരിക്കും വേണമെന്നില്ല, ഒരു നന മതി. പിന്നെ അതേമാതിരി തന്നെ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും
NPK വളങ്ങൾ ശരിക്കും അടിച്ചു കൊടുക്കുക. എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ, സാധാരണ അസുഖം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഈ സാഫ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്, അതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുമാതിരിയുള്ള അസുഖങ്ങളൊക്കെ മാറിക്കോളും. പിന്നെ എന്താണ് അസുഖം വരുന്നത് അത് നോക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ചിലപ്പോൾ ഇതിന്റെ അടിയിലൊക്കെ പിന്നെ ഇൻഫെക്ഷൻസ്, അതിൽ പിന്നെ ഫംഗിസൈഡുകളൊക്കെ, പിന്നെ എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, എന്താണ് അസുഖം എന്ന് നോക്കിയിട്ട് അത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ. വെറുതെ എന്തെങ്കിലും പിന്നെ കലക്കി സ്പ്രേ ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും ചെടികൾ നന്നാവില്ല. പിന്നെ ഒരുമാതിരി നല്ല ഹെൽത്തി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ അസുഖങ്ങളൊന്നും സാധാരണഗതിയിൽ വരാറില്ല. പിന്നെ ബൈ ചാൻസ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ വരാറുണ്ടെന്ന് മാത്രം. ചേട്ടാ, ഇവിടെ കുറച്ച് മരത്തിലൊക്കെ ഓർക്കിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർക്കിഡുകൾക്കും മരത്തിൽ വളരാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് ചില ഓർക്കിഡിന്റെ ചില സ്പീഷീസുകളാണ്. ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം മരത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മളങ്ങനെ കുറെ എണ്ണത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തേൽ വളരാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവർക്ക് വെച്ചാൽ നന്നായിട്ട് വളരുകയും ചെയ്യും. അവരുടെ പിന്നെ ഫ്ലവർ ഉണ്ടാവാനൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല എളുപ്പമാണ്. ഈ മരം തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാ ശ്രദ്ധിക്കേണ്ട കാര്യം? മരം നമ്മുടെ നാട്ടിലിപ്പോ സാധാരണ പെട്ടെന്ന് കേടുവന്നു പോകാത്ത മരങ്ങളാണ് ഏറ്റവും നല്ലത്. പൈൻ ട്രീ ആണ് ഏറ്റവും ബെസ്റ്റ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് വല്ല തേക്കിന്റെ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലിട്ട് അതിന്റെ അസിഡിറ്റി ഒക്കെ കളഞ്ഞ് കറയൊക്കെ കളഞ്ഞിട്ട് അത് വേണമെങ്കിൽ പിടിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകാത്ത ഏത് മരമാണെന്നുണ്ടെങ്കിലും അവര് നന്നായിട്ട് വേര് പിടിച്ച് വളർന്ന് നല്ല അടിപൊളിയായിട്ട് വന്നോളും. നമ്മള് ഈ പ്ലാന്റുകൾ ഇങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട് ഈ മരത്തിൽ? അതും ചെയ്യുന്നുണ്ട്. അത് സ്പീഷ്യസ് ആണ്. സ്പീഷ്യസിനൊക്കെ ഭയങ്കര വില ജാസ്തിയാണ്. ഇപ്പൊ ഒന്നാമത്തെ സ്പീഷ്യസുകളൊന്നും ഇന്ത്യയിലേക്ക് അവൈലബിൾ അല്ല, വരാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഉണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് വന്നിട്ടുള്ള ചില പ്ലാന്റുകളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് കാറ്റ്ലിയയുടെ ഒക്കെ പ്ലാന്റുകളുണ്ട്. കാറ്റ്ലിയ ഒക്കെ മരത്തുമ്പോ വളരാനും ഇഷ്ടമാണ് അവർക്ക്. മരത്തിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നു. മരത്തിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും, നന്നായിട്ട് വേരുണ്ടാവും, നല്ല ബെസ്റ്റ് ആയിട്ടുണ്ടാവും. കാണാനും ഭംഗിയാണ്. പൂക്കളുണ്ടാവും, പിന്നെ വെള്ളം കെട്ടി നിൽക്കില്ല, വേര് ചീഞ്ഞു പോകില്ല, അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് ഓർക്കിഡ് മാത്രമല്ല, ഓർക്കിഡിന്റെ ഒപ്പം നമ്മുടെ അടുത്ത് കുറെ ഇങ്ങനെ ഹോയ പ്ലാന്റുകളുണ്ട്. നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 200 കളറോളം ഹോയ ഉണ്ട്. ഒത്തിരി കളറുകളുണ്ട്. ഏകദേശം വന്നിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിവിടെ വളരെയധികം വില കുറച്ചിട്ടാണ് ഇങ്ങനെ വലിയ വലിയ മദർ പ്ലാന്റുകൾ കൊടുക്കുന്നത്. ഒത്തിരി നല്ല നല്ല കളറുകൾ കണ്ട, ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമ്മുടെ ഒരുപാടുണ്ട്. ഹോയ അധികം പരിചരണം ഒന്നുമില്ലാത്ത, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ കമ്മൽ പൂക്കൾ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നതാണ്. പിന്നീടാണ് അത് ഹോയ എന്നുള്ള പേരിലൊക്കെ വന്നു തുടങ്ങി. തായ്ലൻഡിൽ നിന്നൊക്കെ ഈ പ്ലാന്റുകൾ വരാൻ, തായ്ലൻഡ് മാത്രമല്ല ഓൾ ഓവർ വേൾഡിൽ നിന്ന് ഹോയ പണ്ട് ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇൻഡോനേഷ്യസ് തന്നെയാണ്, ഇൻഡോനേഷ്യസ് റെഡ്. എൻ്റെ പേര് വത്സലൻ. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളിക്ക് അടുത്ത് തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളുടെ പിന്നെ ലൊക്കേഷൻസ് ഒക്കെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ദി ഓർക്കിഡ് സെയിലർ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കിട്ടും. പിന്നെ നമ്മൾ സാധാരണ ഓൾ ഓവർ കേരള പ്ലാന്റുകൾ അയക്കുന്നുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിലേക്ക് അയക്കാറുണ്ട്. പക്ഷെ ലോങ് ടൈം സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ അയക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്ലാന്റുകളൊക്കെ അവിടെ എത്തുമ്പോഴേക്കും ചീത്തയായി പോകും, ഉണങ്ങി കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയും. ഇപ്പൊ കേരളത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് അയച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മളൊരു മിനിമം സീഡ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5 പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ അയക്കല്. പിന്നെ അതേപോലെ എല്ലായിടത്തേക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കാറുണ്ട്. മെച്ചൂർഡ് പ്ലാന്റുകൾ നമ്മളേക്കാൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. ദി ഓർക്കിഡ് സെയിലർ എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.